വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും വീണ്ടും കർത്തൃപാദപീഠത്തെങ്കിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ച കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം അവധിയായിരുന്നുകൊണ്ട് നാം പഠിച്ചതെല്ലാം ഒന്ന് മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. 6-ാം അധ്യായത്തിൽ നാം എന്തെല്ലാം ഓർത്തു പഠിച്ചു എന്നുള്ളത് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ഒരു അടുക്കും ചിട്ടയോടുകൂടി ഒന്ന് ആദ്യം മുതൽ 6-ാം അധ്യായത്തിൽ നാം പഠിച്ച കാര്യങ്ങൾ പറയാനായിട്ട് എത്ര പേർക്ക് സാധിക്കും? സ്നാനം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം എന്നുള്ളത് അത് അറിയുന്നില്ലയോ എന്നുള്ളൊരു ചോദ്യം. അടുത്തത്, ആ വാക്കുകൾ ഒന്ന് കുറിച്ചിടണം. 3-ാം വാക്യത്തിന്റെ അവസാനം അറിയുന്നില്ലയോ. അടുത്തത്, നമ്മളെ ഏകീഭവിച്ചവരായി തീർത്തു. അതായത് 5-ാം വാക്യത്തിന്റെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു. അടുത്തത് അവിടെ താഴ്ത്തി പറയുന്നു, പാപ ശരീരത്തിന് നീക്കം വരേണ്ട നമ്മുടെ പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയുന്നു എന്ന വാക്കും നാം ഒന്ന് കുറിച്ചിട്ടാൽ ആ ഫുൾ അധ്യായത്തിന്റെ കാര്യങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. അടുത്തത് 9-ാം വാക്യത്തിലും പറയുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പം അവിടെയും അറിയുന്നുവല്ലോ എന്നുള്ളത്. 11-ാം വാക്യത്തിൽ, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്നുള്ളത് നാം ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ നല്ലതായിരിക്കും. അടുത്തത്, ആകയാൽ അതിന്റെ 12-ാം വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൻ മോഹങ്ങളെ അനുഭവിക്കുമാറ് ഇനി വാഴരുത്. നോക്കിക്കേ, അപ്പോൾ വാഴരുത് എന്നുള്ള വിഷയം നാം സംസാരിച്ചാണ്. ആദാമിന് ദൈവം സകലത്തെയും വാഴുവാനുള്ള അധികാരം കൊടുത്തു. പക്ഷേ പാപം ചെയ്തതും നിമിത്തം പാപം വാഴുവാനായിട്ടിടയായി. അതാണ് മാനുഷ്യകുലത്തിന് സകലത്തിനും വരുവാനിടയായ കാര്യം. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു നീതീകരണം തന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇനി പാപം നമ്മുടെ മേൽ വാഴരുത് എന്ന് പറയുകയാണ്. അവിടെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്ര. അപ്പൊ കൃപയാണ് നമ്മളെ കർത്താവിങ്കിലേക്ക് നടത്തുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് പാപം കർത്തൃത്വം നടത്തുവാൻ ഇടയാകുന്നു, വാഴാൻ ഇടയാക്കരുത് എന്നുള്ളതിന്റെ അടുത്ത ഒരു പദപ്രയോഗമാണ് കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നുള്ളത്. ഇനി 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കൃപയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളെ ദാസന്മാരായി, ദൈവത്തിന്റെ ദാസന്മാരായി നമ്മെ വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുന്നില്ലയോ. 16-ാം വാക്യത്തിൽ അതിന്റെ അവിടെ പറയുന്നു, അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ. അപ്പോ നമ്മള് ദാസനായി നമ്മളെ ചേർത്തതാണ്. അപ്പോ 17-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചതായ കാര്യങ്ങളെ ഹൃദയപൂർവം അനുസരിക്കുന്നവരായിട്ട് തീരുമ്പോഴാണ് നമുക്ക് എങ്ങനെ പോകുവാനായിട്ട് കഴിയുന്നത്. 18-ാം വാക്യത്തിൽ പറയുന്നു, നീതിക്ക് ദാസന്മാരായി തീർന്നു. അവിടെ ഹൃദയപൂർവം അനുസരിച്ചുകൊണ്ട് നാം നീതിക്ക് ദാസന്മാരായി തീർന്നു. 19-ാം വാക്യത്തിൽ നമ്മുടെ അവയവങ്ങളെ എന്തിനെയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമകളാക്കി സമർപ്പിക്കുവിൻ. അതൊന്ന് വരയിടണം. അവയവങ്ങളെ സമർപ്പിക്കുന്ന കാര്യം നാം ഓർമ്മപ്പെടുത്തിയിട്ട് അത് വരയിടണം. മുന്നമേ നാം പാപങ്ങളോടുകൂടെ, അതായത് ബലഹീനത നിമിത്തം നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായിട്ടും അശുദ്ധിക്കുമായിട്ടാണ് നേരത്തെ സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമകളാക്കി സമർപ്പിക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ലജ്ജ തോന്നുന്നത് തന്നെ, നേരത്തെ പാപത്തിൽ അധർമ്മത്തിലും അശുദ്ധിക്കും ജീവിച്ചപ്പോൾ ഇപ്പോൾ മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ ഇപ്പോഴുള്ള ജീവിതം നാം നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ നോക്കി ലജ്ജ തോന്നുന്നു ഇല്ലയോ എന്നുള്ളത് ചോദിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ 22-ാം വാക്യത്തിൽ പറയുകയാണ്, നമുക്ക് സ്വാതന്ത്ര്യം തരുവാനായിട്ട് ഇടയായി. അതിന്റെ ഫലം എന്ന് പറയുന്നത് 22-ാം വാക്യത്തിൽ പറയുന്നു, ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പൊ ഫലം
വിശുദ്ധീകരണം അതിന്റെ അന്തം, അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവനും ആകുന്നു എന്നുള്ളത് പറഞ്ഞ് അവിടെ നിർത്തുവാനായിട്ടിടയായി. 7-ാം അധ്യായം എത്ര പേര് വായിക്കുവാനായിട്ടിടയായി? വേറെ ആരൊക്കെ വായിച്ചു? ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 7-ാം അധ്യായത്തിൽ 25 വാക്യങ്ങളാണ് ഉള്ളത്, അല്ലെ? ശരിയല്ലേ? 25 വാക്യങ്ങൾ. അതില് പ്രമാണം എന്ന വാക്ക് 23 പ്രാവശ്യം ഉച്ചരിക്കുന്നുണ്ട്. പ്രമാണം എന്നുള്ളത്, അതായത് 25 വാക്കിൽ 23 പ്രാവശ്യവും പ്രമാണം എന്ന വാക്ക് ഉച്ചരിക്കുന്നുണ്ട്. 38 പ്രാവശ്യം അല്ലെങ്കിൽ ഞാൻ എന്ന പദം വരുന്നുണ്ട്. 38 പ്രാവശ്യം ഞാൻ എന്നുള്ള പദം വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ വിഷയം ഈ അധ്യായത്തിലെ കാതലായ വിഷയം എന്ന് പറഞ്ഞാൽ ഞാനും പ്രമാണവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ അധ്യായത്തിലെ വിഷയം ഐ ആൻഡ് ദ ലോ, ഞാനും പ്രമാണവും തമ്മിലുള്ള ബന്ധത്തെയാണ്. എന്റെ പരിശ്രമത്താൽ, എന്റെ സ്വയപരിശ്രമത്താൽ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കും എന്നുള്ള ധാരണ. അങ്ങനെയെങ്കിൽ എന്ത് വേണ്ടായിരുന്നു? കർത്താവ് വരേണ്ടതില്ലായിരുന്നു. കാരണം എന്റെ സ്വയ നീതിക്ക് തക്കവണ്ണം എനിക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ കർത്താവ് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയമേ വിശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് കർത്താവിന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആയത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പോലെ ഒരു ഉപദേശകനില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു തരും എന്ന് പറയുവാനായിട്ടിടയായത്. ഇവിടെ ഏറ്റവും നമുക്ക് കാണുന്നത്, അല്ലെങ്കിൽ ലോ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിയമം, ചട്ടം, പ്രമാണങ്ങൾ എന്നീ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം ഈ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 6-ന്റെ 12-ാം വാക്യം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. അടുത്തത്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഇവിടെ പൗലോസ് പറയുകയാണ് സകലത്തിലും കർത്തവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം തനിക്ക് സകലതും ചെയ്യുവാനുള്ള അവകാശമുണ്ട്. എന്നിട്ട് പറയുകയാണ് സകലതും പ്രയോജനമുള്ളതല്ല. ഇന്ന് ഈ ലോകത്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിയമപ്രകാരം സകലതും ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലയളവിൽ ആണോട് വിവാഹം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിയമാനുസൃതമായി മദ്യപാനവും കാര്യങ്ങളുമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ സകലതും നിയമപ്രകാരം അനുവദനീയമാണ് എങ്കിൽ തന്നെയും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് തനിക്കത് പ്രയോജനമുള്ളതല്ല. ഒന്നാമത്തെ കാര്യം, അത് പ്രയോജനകരമായി തീരുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അത് ദൈവത്തിന് മഹത്വമായി തീരുന്നുണ്ടോ എന്നുള്ളതാണ്. ഒന്നാമത്തേത്, അത് നമുക്ക് പ്രയോജനകരമായി തീരുന്നുണ്ടോ, രണ്ടാമത്തേത് ദൈവത്തിന് മഹത്വകരമായി തീരുന്നുണ്ടോ. അപ്പോ ഏതൊരു വിഷയത്തോടുള്ള ബന്ധത്തിലും നാം അടുക്കുമ്പോൾ ഇത് ശരിയോ തെറ്റോ എന്നറിയാൻ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്താണ്? ഇത് എനിക്ക് പ്രയോജനകരമാണോ, 2 ഇത് ദൈവനാമ മഹത്വത്തിനായി തീരുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6-ന്റെ 19-20 വാക്യം വായിക്കാം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പൊ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. അപ്പോ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ 8-ാം അധ്യായം 1 കൊരിന്ത്യർ 8-9 പറയുന്നു, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കുവിൻ. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം, അതായത് പ്രമാണപ്രകാരമുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ സഹോദരന് ഇടർച്ച വരാതിരിക്കുവാനായിട്ട് നാം നോക്കണം. മനസ്സിലായല്ലോ? അതായത് എനിക്ക് കർത്തവ്യമുണ്ട്,
അത് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ബലഹീനനായിരിക്കുന്ന എന്റെ പ്രിയ സഹോദരന് ഞാൻ അത് കഴിച്ചത് കൊണ്ടോ ഞാൻ അത് ചെയ്യുന്നത് കണ്ടതുകൊണ്ടോ അവന്റെ വിശ്വാസത്തിന് അത് കോട്ടം വരുമെങ്കിൽ അതിൽ നിന്ന് നാം ഒഴിവുള്ളവരായിരിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മത്തായി സുവിശേഷം 23-24 വാക്യങ്ങളിൽ നമുക്കവിടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 23-24 വാക്യം മത്തായി. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയാൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. നോക്കിക്കേ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. മനുഷ്യൻ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം പറയുകയാണ്. ചതുകപ്പ, ജീരകം ഇതിലെല്ലാത്തിലും തക്കതുപോലെ പതാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. പുറമെ കാണത്തക്കവണ്ണം സകലതും ചെയ്യുന്നുണ്ട്. പുറമെ ഒരു യഹൂദനായി വിളങ്ങുന്നുണ്ട്. പക്ഷെ അകമേ അവൻ യഹൂദനായി വിളങ്ങുന്നില്ല എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കതിര് പറിച്ചു തിന്നാൽ അത് തെറ്റ് എന്ന് പറഞ്ഞാൽ, കർത്താവിനോട് കൂടി നടന്നപ്പോൾ അവർ കതിര് പറിച്ചു തിന്നുവാനിടയായി, ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നുവാനിടയായപ്പോൾ അത് ചോദ്യം ചെയ്യുവാനായിട്ടിടയായി. അതുപോലെ തന്നെ 18 സംവത്സരമായി കൂനിയായി ഇരുന്ന ഒരു സ്ത്രീ, അവൾ ആരാധനയിലാണ് എല്ലാ ദിവസവും കടന്നു വരുന്നത്. ഇതുവരെ ആയിട്ടും അവളെ ഒന്ന് നിവർക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് വന്ന് അത് നിവർത്തിച്ചപ്പോൾ ചോദ്യം ചെയ്തു, നീ ശബത്തിൽ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് ചോദിച്ചു, അല്ലെ? അപ്പൊ ഇതുവരെ സാധിക്കാതിരുന്ന കാര്യം ദൈവത്തിന്റെ ആ കൃപ അവളുടെ മേൽ ചൊരിഞ്ഞിട്ട് അവളെ നിവർത്തീകരിച്ചപ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരുവാനിടയായി. അപ്പോൾ ഈ 7-ാം അധ്യായം വാട്ട് ഈസ് ദ അതോറിറ്റി ഓഫ് ദ ലോ, ദൈവ ന്യായപ്രമാണത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുവാനായിട്ട് തുനിയുന്നു. അതായത് 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. 2 7 മുതൽ 13 വരെയുള്ള വാക്യം, 7-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ദ ലോ, അതോറിറ്റി ഓഫ് ദ ലോ, മിനിസ്ട്രി ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. ഇനി 7-14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ പരിമിതി, ദ ഇനബിലിറ്റി ഓഫ് ദ ലോ. അവസാനം വരുമ്പോൾ പൗലോസിന്റെ ഒരു നിലവിളി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് 24-ാം വാക്യം. പൗലോസിന്റെ ഒരു നിലവിളിയാണ്. 7-24 വാക്യം ഒന്ന് വായിക്കാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നുള്ളതാണ് അവിടെ ചോദിച്ചുകൊണ്ടാണ് ആ അധ്യായം അവിടെ നിർത്തുന്നത്. നമുക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പൗലോസ് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെതായ സവിശേഷത ഓർപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോ ജീവനോടിരിക്കും കാലം പൗലോസ് അത് വ്യക്തമാക്കുവാനായിട്ടാണ് 2-ാം വാക്യം അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇത് നമുക്കും ബാധകമാണ്. നാമും ജീവിച്ചിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാരായി നാം ജീവിച്ചിരിക്കുമ്പോൾ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ നമ്മളും കരം പിടിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ ഓർക്കുന്നോ? കല്യാണ സമയത്ത് കരം പിടിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തേ. അതിന്റെ ഏറ്റവും കാതലായ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഉദ്ദേശം പറ സിജോ.
പ്രൈസ് ദി ലോർഡ്. അതെ അതെ, മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഈ പ്രമാണത്തിന്റെ വാല്യൂ കിടക്കുക. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഈ പറഞ്ഞതെല്ലാം അതുപോലെ നിൽക്കണമെന്ന് പറയുകയാണ്. കരം പിടിച്ച് നിങ്ങൾ രണ്ടുപേരും, അതായത് ഭാര്യയും ഭർത്താവും ഉഭയസമ്മതം ചെയ്യുകയാണ്. അപ്പോ അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തോടും നമ്മോടും ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ മരിച്ചത് ആരാ? ന്യായപ്രമാണമാണോ? കർത്താവ് മരിച്ചു, ഭർത്താവ് മരിച്ചു. ആ ഭർത്താവ് ആരാ? ന്യായപ്രമാണം. ഇനി ജിബിൻ ബ്രദർ, സുജോയ് സിസ്റ്റർ. അപ്പൊ നിങ്ങളെ പഠിപ്പിച്ചതിൽ എന്തോ ഒരു പെശക് സംഭവിച്ചപ്പോ ഓൾറെഡി. ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്, ന്യായപ്രമാണം അപ്പോഴും ഉണ്ട്. ന്യായപ്രമാണം അങ്ങനെ തന്നെ നിൽക്കുക. മരിച്ചതാരാ? ഞാൻ മരിച്ചു. ഞാൻ മരിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് ഞാൻ എഴുന്നേറ്റു. അതുകൊണ്ട് എനിക്ക് ന്യായപ്രമാണത്തോട് എനിക്ക് ഇനി ബന്ധമില്ല. ക്ലിയർ ആയോ? ഞാൻ മരിച്ചു, അതുകൊണ്ട് ഞാനൊരു പുതിയ വ്യക്തിയായി. മരിച്ചതുകൊണ്ട് എനിക്ക് ന്യായപ്രമാണത്തിൽ നിന്നുള്ളൊരു വിടുതൽ സംഭവിച്ചു. അതാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അത് വായിച്ച് നല്ലപോലെ വായിച്ചു വന്നിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു. കാരണം അതിന്റെ 5-ാം വാക്യം, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരോഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കാതെ വണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അടുത്ത വാക്യം കൂടി. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. അത് ആരാ? ഇപ്പൊ ആരാ നാം? നമ്മൾ ഓരോരുത്തരും ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ക്ലിയർ ആയില്ലേ? 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിച്ച വിഷയം ഒറ്റ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ന്യായപ്രമാണത്തിൽ നിന്നും നാം ഒഴിവുള്ളവരായി തീർന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഞാൻ മരിച്ചു. ഞാൻ മരിച്ചപ്പോൾ ആ പ്രമാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭർതൃന്യായ പ്രമാണം. അതൊരു വാക്ക് നിങ്ങളവിടെ മാർക്ക് ചെയ്തിരുന്നു കേട്ടോ. അതായത് 2-ാം വാക്യത്തിൽ ഭർതൃന്യായ പ്രമാണം എന്നൊരു വാക്കുണ്ട്, അത് മാർക്ക് ചെയ്തിടണം. അതൊരു അവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേക പദമാണ് ഭർതൃന്യായ പ്രമാണം. അപ്പോ ആ ന്യായപ്രമാണത്തോട് ബന്ധിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഉഭയസമ്മതത്താൽ ബന്ധിക്കപ്പെട്ടിരുന്ന നമ്മള് മരിക്കുവാനിടയായി. എങ്ങനെയാണ് മരിച്ചത്? 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ നോക്കിയേ, മരണത്തിൽ അപ്പൊ ഞാൻ മരിച്ചത് കൊണ്ട് എന്റെ ന്യായപ്രമാണത്തിലുള്ള ആ ഉഭയസമ്മതം മാറി. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലാണ് ഉയർത്തെഴുന്നേറ്റത്. ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇതിന്റെ വേറെയും ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ പിന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആരുമായിട്ടാ? ക്രിസ്തുവുമായിട്ടാ. ഇനി എന്റെ മണവാളൻ ആരാ? ക്രിസ്തുവാ, ന്യായപ്രമാണമല്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു ചിന്തകൾ വന്നു തുടങ്ങിയല്ലേ. ഇനിയും അടുത്ത വിഷയങ്ങളിലേക്ക് നാം വരുന്നുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമാണ്. കാരണം നമ്മൾ ഇങ്ങനെ നല്ല ജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ന്യായപ്രമാണം ഇടക്ക് പൊങ്ങി വരും. കാരണം എന്താണെന്നറിയാമോ? ഇവളിപ്പോ നല്ല പുള്ളിയായിട്ട് ജീവിക്കുകയാണ്, ഇപ്പോൾ ഇവളെ സ്നേഹിച്ചാൽ കൊള്ളാം എന്ന് കണ്ടിട്ട് വീണ്ടും ന്യായപ്രമാണം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ടിടയാ. എന്ന് പറഞ്ഞാൽ ജഡസംബന്ധമായുള്ള കാര്യങ്ങൾ വീണ്ടും പൊങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം? ക്രിസ്തുവിനോട് നാം ചേർന്ന് നിൽക്കുകയാണ്. പിന്നെ നാം ന്യായപ്രമാണത്തോട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ 3-ാം വാക്യം പറയുകയാണ്. ഒരു പേര് വരുന്നുണ്ട് അവിടെ, 7-3. വ്യഭിചാരിണി. മതി, ക്ലിയറായി. അപ്പൊ പിന്നെ ഇനി പഠിപ്പിക്കുന്നില്ല, ഇതോടെ നിർത്തി. അത്രയും കാര്യം മനസ്സിലായി എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ വരുമ്പോൾ ആ 7 തൊട്ട്
7-ന്റെ 1-ാം വാക്യം തൊട്ട് 13-ാം വാക്യം വരെ നിങ്ങൾ വായിക്കണം. ഇപ്പൊ 6-ാം വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. എങ്കിൽ തന്നെയും ഒന്നുകൂടി ഒന്ന് വായിച്ചു പോകുവാനായിട്ട് പ്രബോധിപ്പിക്കുന്നു. അതിന്റെ 13-ാം വാക്യം വരെ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത നാളത്തെ ദിവസത്തെയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെതായ നിജസ്ഥിതി നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ കാരണം നമ്മുടെ പ്രസന്റ് കണ്ടീഷനെ നോക്കിക്കൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് ഇടയായത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഇപ്രകാരം ഇത്രത്തോളം നമ്മെ പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവ് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യാം. അടുത്ത ദിവസം ഞാൻ പറഞ്ഞതുപോലെ 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ.